എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് പേര് ഒരു നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കരുത്. എനിക്ക് അവരോടൊക്കെ പറയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസം എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, വാരാഹി അമ്മയോടുള്ള വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ വാച്ച് ചെയ്യും. അതായത് ആരെയും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയും നിർബന്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് എനിക്ക് നല്ല അനുഭവങ്ങൾ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അതുപോലെ വാരാഹി അമ്മയുടെ അനുഗ്രഹം ലഭിച്ച ഒട്ടനവധി ആളുകൾ എനിക്കിതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ ആണ് ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ഫ്ലോപ്പ് ആക്കാനോ അതുപോലെ തന്നെ പല രീതിയിലുള്ള മിസ്ഇൻഫോർമേഷൻ ഇതിനകത്ത് പാസ് ചെയ്യുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചാനൽ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടോ പോകാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വാരാഹി അമ്മയുടെ മന്ത്രശക്തിയാണ്. അതായത് വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവി, വളരെ ശക്തി ആർജിച്ച് നമ്മുടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തരാൻ പറ്റുന്ന ദേവിയാണ് വരാഹി ദേവി. നിദ്രാദേവി ആയതുകൊണ്ട് തന്നെയും രാത്രി കാലങ്ങളിൽ മന്ത്രം ജപിച്ചാൽ വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യം ഓരോ വീഡിയോസിലും ഞാൻ ഈ കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പുതുതായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ വീഡിയോസും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഓരോ മന്ത്രവും ജപിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അതിലും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നെയ്ബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്ട്രെസ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. നമ്മളെപ്പോഴും മറ്റുള്ളവരും കൂടെ നന്നാവട്ടെ എന്നുള്ള ചിന്ത, അതാണല്ലോ ഏറ്റവും പ്രധാനം നമ്മളെക്കാളും, അല്ലേ? നമ്മളുടെ കാര്യങ്ങൾ വഴിയേ നടന്നോളും ആ ഒരു ചിന്തയുണ്ടെങ്കിൽ. അതുകൊണ്ട് എല്ലാവരും നന്നായിരിക്കട്ടെ എന്നുള്ളൊരൊറ്റ ചിന്തയിലൂടെ മാത്രം നമ്മൾ ദിവസം കഴിഞ്ഞു പോവുക. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകൾ അല്ലെങ്കിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളും പരിഹരിക്കപ്പെടും. ദേവിയോടുള്ള വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്രം മിസ് ചെയ്യാതെ കറക്റ്റ് ജപിച്ച് പോവുക. ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ കാര്യങ്ങളും പരിഹരിക്കപ്പെടും. ഇച്ചിരി സമയം എടുത്താലും വേണ്ടില്ല, പക്ഷേ അത്രത്തോളം സമയം എടുക്കാൻ അങ്ങനെ എടുക്കില്ല. കാര്യം വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ദേവിയാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൊന്നും നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ദേവിയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ദേവിയുടെ അനുഗ്രഹത്തിൽ നടന്നു കിട്ടും. അപ്പോൾ ദേവിയെ മനമുരുകി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. നമ്മളുടെ സാമ്പത്തിക ശേഷി കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എപ്പോൾ വേണോ നമുക്ക് നല്ല രീതിയിൽ വരാം. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെട്ടെന്നൊരു എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. സൂയിസൈഡ് അല്ലെങ്കിൽ പല മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യരായ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മൾ തന്നെ അറിയാതെ ഒരു ചിന്ത അങ്ങോട്ടേക്ക് പോകും. ഒരിക്കലും അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിലോട്ട് പോകരുത്. കാര്യം നിങ്ങളെ പ്രതീക്ഷിച്ച് 10,000 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളൊരിക്കലും നമ്മളുടെ ലൈഫ് നമുക്ക് തന്ന ദൈവം, അല്ലേ, ആ ഒരു ദൈവത്തിനോട് നമ്മുടെ ലൈഫ് തിരിച്ച് ദൈവത്തിന് പോലും നിരക്കാത്ത പ്രവൃത്തി നമ്മളൊരിക്കലും ചെയ്യരുത്. നമുക്ക് നല്ല സമയം വരും. ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സമയമായിരിക്കുമോ? ഇല്ല. മോശ സമയമുണ്ട്, നല്ല സമയമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മളെ ചേർത്ത് പിടിക്കണം, നമ്മളെ കൈവിടരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. നമ്മുടെ കൂടെയുള്ളവരെ കൂടെ അവരെ വിഷമപ്പെടുത്താൻ പാടില്ല. നമ്മൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടത് നമുക്ക് നാളെ തിരിച്ചു കിട്ടും. അത് ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കാം. ചിലപ്പോൾ നഷ്ടപ്പെട്ട സാധനം തന്നെ ആയിരിക്കാം നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പോൾ ഉറപ്പായിട്ടും ദൈവികമായിട്ടുള്ള ഒരു ശക്തിയെ നമ്മളൊരിക്കലും കൈവിടരുത്. എപ്പോഴും നമ്മുടെ കൂടെ ദൈവമുണ്ട്, അത് ഉറപ്പാണ്. നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മുടെ കൂടെ ദൈവമുണ്ടാവും, അത് ഉറപ്പാണ്.
അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചിന്തകളുള്ളിടത്ത് ദൈവം വസിക്കും. നമ്മുടെ മനസ്സിലാണ് ദൈവം വസിക്കുന്നത് അല്ലേ? നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ തന്നെ ദൈവം വസിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചിന്തകളെ വരെ കൺട്രോൾ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും അല്ലേ? അതുകൊണ്ട് ഒരിക്കൽ പോലും മോശമായ ചിന്തകൾ, അതായത് സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് നല്ലതായിരിക്കില്ല. അപ്പോൾ ഞാനത് പറയാൻ കാര്യം, പലപ്പോഴും പലരും, ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി വേറെ നിവൃത്തിയില്ല, ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന്. നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തത് കൊണ്ട് എന്താവും? നിങ്ങളുടെ കൂടെയുള്ള പല ആളുകളും, അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പല ആളുകൾക്കും അത് ബാധിക്കും അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളാവാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, നിങ്ങളെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഒട്ടും തന്നെ നല്ലതല്ല. അപ്പോൾ അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും ഈ ഒരു മന്ത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ഓക്കെ, 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ ആ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രത്യേക പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ നമുക്ക് വാരാഹി ദേവിക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ മന്ത്രം കറക്റ്റായിട്ട് ജപിക്കുക എന്നുള്ളതാണ്. 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം, കൂടെ ജപിക്കുക കേട്ടോ. ആരും വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് പേര് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം പിൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ജപിക്കുക. 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ. ഓം ക്രോഡാനനായേ നമഃ. 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 ഓം ക്രോഡാനനായേ നമഃ.
ക്രോഡാനനായേ നമഃ. ഓം 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 ക്രോഡാനനായേ നമഃ.